ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ശുദ്ധീകരണ അനുഭവം പറയാൻ വേണ്ടിയാണ്. ശുദ്ധീകരണ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ പലർക്കും, ചില വ്യക്തികൾക്ക്, ചില വിശ്വാസമുള്ളവർക്ക് ഇത് വിശ്വസിക്കാനായിട്ട് കഴിയാത്ത അവസ്ഥകളുണ്ട്. അത് എൻ്റെ മുമ്പിലേക്ക് വരുന്നുമുണ്ട്. ഈ വിശ്വസിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ ഞാനാളല്ല. എങ്കിലും ചിലർ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു മറു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ ഉണ്ടാകാറുണ്ട്. കുറേയധികം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരണ സ്ഥലം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അവർ പറയും യേശു ക്രിസ്തു ഒരു ബലി സമർപ്പിച്ചിട്ടുണ്ട്, ആ ബലിയിൽ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനു വേണ്ടി നിങ്ങളിവിടെ പ്രാർത്ഥിച്ചതുകൊണ്ടും ദാനധർമ്മം നടത്തിയതുകൊണ്ടും കാര്യമൊന്നുമില്ല. അതുപോലെ ശുദ്ധീകരണത്തിലത്തെ ആത്മാക്കൾ ഇങ്ങോട്ട് വരുമൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ അവർ മുന്നറിയിപ്പുകളൊന്നും തരില്ല. അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ അങ്ങോട്ട് ഒരു മറു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇന്ന് വരെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ? ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല, കാരണം അങ്ങനെ കാണില്ല. അതാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. നിങ്ങളൊരു കാര്യം കാണുന്നില്ല എന്ന് വിചാരിച്ച് കണ്ടിട്ടുള്ളവർ കണ്ടതൊക്കെ സത്യമല്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ വിമാനം കണ്ടിട്ടില്ലെങ്കിൽ വിമാനമേ ഇല്ല എന്ന് പറയുന്നത് സത്യമല്ലല്ലോ. അങ്ങനെയാണ് വിമാനം കാണാത്ത ഒരാളോട് ഞങ്ങളൊരു വിമാനത്തിൽ കയറി ആകാശത്തിലൂടെ ഇങ്ങനെ പക്ഷികളുടെ പോലെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിമാനം കാണാത്ത ആള് പറയും, വിമാനോ, പക്ഷികളുടെ പോലെ ആകാശത്ത് സഞ്ചരിക്കേ, ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞാൽ അതിൽ കയറി സഞ്ചരിച്ചവർ പറയുന്നത് പിന്നെ എന്താണ്? നമ്മളൊരു സാധനം കണ്ടിട്ടില്ല, ഒരു കാര്യം കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് സത്യത്തെ ഇല്ലാതാക്കാനായിട്ട് പറ്റുമൊന്നുമില്ല. കാണുന്നത് തന്നെയാണ്, അത് കാണുന്നവർക്ക് അറിയാം. മാത്രമല്ല, ഈ കാണലുകളൊന്നും വെറുതെയുള്ള കാണലുകളല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ശുദ്ധീകരാത്മാക്കളെ കാണുന്നത് വട്ടും ഭ്രാന്തും തോന്നലൊന്നുമല്ല. കാരണം ഈ ശുദ്ധീകരാത്മാവ് വന്ന് പറയുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ഡേ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ശരിയല്ല, സത്യമല്ല, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല. കാരണം ഇന്ന് അനേകം മക്കൾ ഇങ്ങനെ ശുദ്ധീകരാത്മാക്കളെ കാണുന്നുണ്ട്. ഇത് കാണരുത്, കാണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന സംഭവമാണ്. അതിന് എന്ത് ചെയ്യും? കാണരുത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരൊക്കെ തലയ്ക്ക് വട്ടുള്ളവരൊന്നുമല്ല. വലിയ വലിയ ജോലികളിലായിരിക്കുന്നവർ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾക്കും ഇങ്ങനെ ശുദ്ധീകരാത്മാക്കൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു സത്യം തന്നെയാണ് കാണുന്നവർക്ക്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്? അത് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, ഈശോ പറഞ്ഞിട്ടാണിത് പറയുന്നത്. അതിൻ്റെ കാരണം മനുഷ്യൻ എളിമപ്പെട്ട് അവിടെ ഒരു ദൈവം, നീതിയുടെ വിധിയാളനായിട്ടുള്ളൊരു ദൈവം ഉണ്ടെന്നും ഈ ലോകത്ത് പാപം ചെയ്താൽ അതിൻ്റെ പരിഹാരം നമ്മൾ അനുഭവിക്കണം എന്നും ജനത്തെ മനസ്സിലാക്കാൻ ദൈവം എടുക്കുന്ന ചില വഴികളാണ് ഈ ശുദ്ധീകരാത്മാക്കളുടെ ദർശനം കിട്ടുന്നത് വഴി ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കളൊക്കെ ഈ ചേച്ചിയുടെ വീട്ടിലാണോ, ചേച്ചി കാണാണോ, അല്ലെങ്കിൽ ഈ കാണുന്നവരുടെയൊക്കെ അടുത്താണോ എന്ന് ചോദിച്ചിട്ട് അത് വെറുതെ മുട്ടുചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അത് സത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. കാരണം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ കാണുന്നു, അവരിങ്ങനെയൊക്കെ പറയുന്നു, അവിടെ ഇങ്ങനെ ഭയങ്കരമായ സഹനമുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ അതില്ല എന്ന് പറയുന്നവർക്ക് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്.
ഈ ശുദ്ധീകരാത്മാക്കളെ കാണുന്ന കാര്യങ്ങൾ വിശുദ്ധരായാലും പാപികളായ മനുഷ്യരായാലും കൊടും പാപിയായ ഞാനായാലും ഇത് പറയുന്നതിൻ്റെ പിന്നിലെ ഏക ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന പാപത്തിനൊക്കെ പരിഹാരം ചെയ്യേണ്ടി വരും. അതിന് ചില സിഗ്നലുകളാണ്, സൈനുകളാണ് ഇങ്ങനെ ശുദ്ധീകരാത്മാക്കളെ കാണുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഷൈൻ ചെയ്യാനോ അതല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ആളാവാനോ ഒന്നുമല്ല. ഈ ശുദ്ധീകരണ സ്ഥലത്തെ കാര്യങ്ങൾ ശരിക്ക് കാണുന്ന വ്യക്തികളാണെങ്കിൽ അവരിപ്പോഴേ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുക്കം പൂർണ്ണതയിൽ മനുഷ്യരല്ലേ, എല്ലാവർക്കും പറ്റില്ല. പക്ഷേ ശരിക്കും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ കാണുന്ന വരമുള്ളവർ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ പ്രത്യേകതകൾ കാണാനായിട്ട് കഴിയും. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ അവസ്ഥ ഇന്നതാണെന്ന് പല ദർശനങ്ങളിൽ കൂടെ അവർക്ക് കാണിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ കാണുന്നതും അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന്, സ്ഥലം അല്ലെങ്കിൽ അവസ്ഥ, സഭയുടെ പ്രബോധന പ്രകാരം നമുക്ക് അവസ്ഥ, ആ സ്ഥലമായാലും അവസ്ഥയായാലും സ്ഥലമില്ലെങ്കിൽ ഒരാൾ തീര് കിടന്ന് ദഹിക്കുകയാണ്. അപ്പോൾ അതിന് തീര് കിടന്ന് ദഹിക്കുന്നു എന്ന് പറയരുത്. അത് ആ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞാൽ അനുഭവം തന്നെയാണ് അവസ്ഥ. ആത്മാവ് തീര് കിടക്കുന്ന വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടായാലും കൊള്ളാം, അത് അവസ്ഥയാണെങ്കിലും കൊള്ളാം, ആത്മാവ് അനുഭവിക്കും. ശരീരമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ വിചാരിക്കും ഈ ശരീരം അങ്ങോട്ട് കഴിഞ്ഞാൽ, ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞേ, എൻ്റെ പെങ്ങളെ ഈ ശരീരം അങ്ങോട്ട് അഴുകിയില്ലാണ്ടായാലും ഒക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, എൻ്റെ ആങ്ങളെ അതങ്ങനെ കഴിയില്ല. അപ്പോൾ അയാൾ ചിരിച്ചു. ഞാൻ അതങ്ങനെ കഴിയില്ലെന്നേ, ശരീരം അങ്ങനെ അങ്ങോട്ട് അഴുകി ഇല്ലാണ്ടാവണമെങ്കിൽ പിന്നെ എന്തിനാ സഭ നമ്മളെ പാപം ചെയ്യരുതെന്നും എന്തിനാ ദൈവം 10 കൽപ്പനകളൊക്കെ തന്നിരിക്കുന്നത്? പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു മാർഗം ആണ് പരലോകത്ത് നമ്മുടെ പാപങ്ങൾക്ക് ഒരു ശിക്ഷ ഉണ്ട് എന്നുള്ള ബോധ്യം. ആ ബോധ്യത്തിന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ സാത്താൻ വിചാരിച്ച കാര്യം ശരിയായി. മനുഷ്യരൊക്കെ അടിപൊളി ജീവിക്കും, എന്ത് തോന്നിയാസം വേണമെങ്കിൽ ചെയ്യും, ചതിക്കും, വഞ്ചിക്കും, ജഡികാസക്തികൾ, പാപങ്ങളിങ്ങനെ വർദ്ധിച്ചുകൂടും, ധനാസക്തി, സ്ഥാനാസക്തി ഒക്കെ വരും. അപ്പോൾ ഇവർ പറയും അതൊന്നൊരു കുഴപ്പമില്ല, ശരീരം അഴിഞ്ഞു പോകുമ്പോൾ എല്ലാം അങ്ങോട്ട് അഴിഞ്ഞു പോയി. ഇല്ല, ശരീരം അഴിഞ്ഞു പോകുന്നതോട് കൂടെ എല്ലാം കഴിയില്ല. ഈ ശരീരം വീണ്ടും നമ്മുടെ എല്ലുകളിൽ വെച്ച് പിടിപ്പിച്ച് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ആ ശരീരവുമായിട്ട്, ആ ഭൗമികമായ ശരീരത്തിനേക്കാൾ വിട്ട് ആ ആത്മീയ ശരീരവും വെച്ച് നമ്മൾ പിതാവിൻ്റെ അടുത്ത് പിതാവിനെ ആരാധിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കണ്ണിമയ്ക്കുന്ന വേഗത്തിലെ രൂപം പ്രാപിക്കും. ഈശോ ഉയർത്തിട്ടുണ്ടെങ്കിൽ നമ്മളും ഉയർക്കപ്പെടും. അപ്പം ഈ ശരീരം അങ്ങനെ അങ്ങോട്ട് അഴിഞ്ഞങ്ങോട്ട് പോയി എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു സത്യവും ഇല്ല. ശരീരം കുറച്ച് നാളത്തേക്ക് പുഴുക്കൾക്ക് തിന്നും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈശോ, അത് ദൈവം നമുക്കത് ബോധ്യം തന്നിരിക്കുക. നിന്റെ ഈ ശരീരം നീ കൊണ്ടു നടന്നിട്ട് എത്ര ഭംഗി പിടിപ്പിച്ചാലും അതിനെ എന്തൊക്കെ അതിൻ്റെ ദാഹം ശമിപ്പിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവമായ കർത്താവ് ഈ ശരീരത്തിൽ നിന്നും ശ്വാസം അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പുഴുക്കൾക്കിരയാകും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം മണ്ണോട് മണ്ണ് അമ്പുന്നത്. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, മണ്ണിൽ നിന്ന് എടുത്ത് നീ മണ്ണിലേക്ക് തന്നെ ചേരും. പക്ഷെ കർത്താവിൻ്റെ കരുണ നമുക്ക് പല വഴികളിൽ കൂടെ മനസ്സിലാക്കി തരും. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ ജീവിച്ചാൽ ഈ ശരീരം കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ ഈ ശരീരം വീണ്ടും നീതിയുടെ വിധിയാളൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നത്. ആ ക്രമപ്പെടുത്താനുള്ള വഴികളാണ്, അതിലെ ഒരു വലിയ കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ഫാത്തിമയിൽ അമ്മ കാണിച്ചു കൊടുത്തില്ലേ നരകദർശനം? അപ്പോൾ അവർ പറയും നരകദർശനം, നരകത്തിൽ എല്ലാവരും പോയി. അത് നരകത്തിൻ്റെ മുന്നേ ആസ്വാദനമാണ്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാതാവുമ്പോൾ ഇങ്ങനെയാണ് നരകത്തിൽ പോവുക. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്ക്, മാനസാന്തരപ്പെട്, നല്ല ജീവിതം നയിക്ക്.
നിങ്ങളിവിടെ ചെയ്യുന്നതിനൊക്കെ എണ്ണി എണ്ണി വചനപ്രകാരം അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു വീട്ടേണ്ടി വരും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് എന്താ ഈ ചേച്ചി എപ്പോഴും പറയുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ എപ്പോഴും എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, ഞാൻ കാണുന്ന കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തുകൊണ്ടില്ല എന്ന് പറയുന്നു. അതെനിക്ക് ലോകത്തെ അറിയിക്കണം. കാരണം ഞാൻ അയാളോട് പറഞ്ഞു, താങ്കൾക്ക് അറിയാലോ, ഞാൻ മാരകമായിട്ടുള്ള ഒരു രോഗത്തിന് അടിമയായിട്ടുള്ള വ്യക്തിയാണ്. ഈ രോഗം വരുന്നതിനേക്കാൾ മുൻപ് 6 മാസം മുൻപ് എനിക്ക് മുന്നറിയിപ്പ് തന്നത് ശുദ്ധീകരാത്മാക്കളാണ്. ഞാൻ താങ്കൾ എന്നോട് വന്ന് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ രോഗം എനിക്ക് വരുന്നുണ്ടെന്ന്. പക്ഷെ ഈ ശുദ്ധീകരാത്മാക്കളെ കാണുന്ന വ്യക്തികളും എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു 6 മാസം മുൻപ്. അത് കറക്റ്റ് ഇങ്ങനെ ഒരു രോഗമെന്നല്ല, 6 മാസത്തിന് ശേഷം താങ്കൾക്ക് എന്തോ ഒരു വലിയ അപകടം വരാനിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ശുദ്ധീകരാത്മാക്കളും വന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എതിർക്കുന്നത്? എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥയൊന്നുമല്ല. ഇത് കണ്ടിട്ട് ഞാൻ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴത് പൊള്ളത്തരാണോ? മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ശുദ്ധീകരാത്മാക്കൾ അപ്പോൾ ഇനി അവിടെ നിന്ന് വന്ന് ഇവിടെ പറയുമോ, സംസാരിക്കുമോ? അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പോവണ്ട. ഞാൻ എപ്പോഴും പറയും, ശുദ്ധീകരണ സ്ഥലത്ത് എല്ലാവരും ആത്മാക്കളൊക്കെ കൂടി ഇവിടെ വരികയല്ല ചെയ്യുന്നത്. അത് ഈശോയുടെ ഒരു കരുണയാണ്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഈശോ എടുക്കുന്ന വഴികളാണത്. അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ അവർ തരുന്നത്. എന്തുകൊണ്ട് അത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ താങ്കൾക്ക് വന്ന് പറയാമായിരുന്നില്ലേ 6 മാസം മുൻപ്? താങ്കൾ ഇനിയെങ്കിലും പറയോ, എത്ര നാളുകൾക്ക് ശേഷമാണ് ഞാൻ മരിക്കുക? അപ്പം എനിക്ക് ഒന്നുകൂടി ഉറങ്ങാളൂ, ഒന്ന് താങ്കൾ പറയേ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും വഴികൾ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഈ സന്ദേശങ്ങളെ, ഈ ദർശനങ്ങളെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ അവർക്കൊരു മറുപടി ഇല്ല. ഞാൻ അത് വിട്ടുകളയാം. താങ്കളൊന്ന് പറയുക, എനിക്ക് എത്ര നാളുകൾക്ക് ശേഷമാണ് ഞാൻ മരിക്കുക എന്ന്. കാരണം വലിയ വലിയ കാര്യങ്ങൾ ഈശോ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ഈ ശുദ്ധീകരാത്മാക്കളിലൂടെ. അപ്പോൾ ആത്മാക്കളെ കാണുന്നത് നിഷേധിക്കാനായിട്ട് പറ്റില്ല. ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്തിനാണെന്നോ, ഒറ്റ ബോധ്യം തരാനാണ്. ഈ ലോകത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായിട്ട് ആരും അറിഞ്ഞിട്ടില്ലേ ചെയ്തത്. കള്ള ഒപ്പിട്ടിട്ട് ഒരാളുടെ സ്ഥാപനം എൻ്റെ പേരിലാക്കിയത് ദൈവവും ആ ഓഫീസിലുള്ളവർ അറിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ആ ആള് കേസ് കൊടുത്തില്ലെങ്കിൽ താങ്കൾ വിചാരിക്കരുത് ഇതാരും അറിഞ്ഞിട്ടില്ല. ദൈവം അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്ക് എണ്ണി കൊടുക്കേണ്ടി വരും. ഈ ലോകത്ത് ഭയങ്കര സന്തോഷവും സൗകര്യങ്ങളൊക്കെ ദൈവം കൊടുക്കും. പക്ഷെ കണക്ക് കൊടുക്കണം. അങ്ങനെ കണക്ക് കൊടുത്തില്ല എങ്കിൽ ദൈവം ഒരു നീതിമാനാണെന്ന് പറയാൻ പറ്റുമോ? കുറേ പേര് ചതിയും വഞ്ചനയും ചെയ്യുക, അവർക്കൊരു കുഴപ്പമില്ല. പരലോകത്ത് ഈ ലോകത്ത് അവർക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ ജനം പാപം ചെയ്യില്ലേ? പാപം ചെയ്ത ഒരു കുഴപ്പമില്ലേ? എത്ര വലിയ പാപം ചെയ്താലും കുഴപ്പമില്ല. കാരണം ഈശോ ഒരു ബലിയർപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ ആദ്യത്തെ ശുദ്ധീകരണാനുഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആള് മരിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴാണ് ഞാൻ ആ ആളെ കാണുന്നത്. എന്നിട്ട് ആള് പറഞ്ഞ ഒറ്റ വാക്ക് എത്രയേ ഉള്ളൂ, മോളെ പിതാവുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് പിതാവിനെയും ദൈവത്തെയും നിഷേധിച്ചിട്ട് ജീവിതം മുഴുവൻ ജീവിച്ചിട്ടുള്ളവരാ. ദൈവമൊന്നുമില്ല, ഇങ്ങനെയാണ് പറയുക, ദൈവം മണ്ണാങ്കട്ട. നന്നായി പഠിക്കുക, നല്ല ജോലി വാങ്ങുക, നന്നായി ജീവിക്കുക, മരിച്ചു പോവുക. ഇത്രയേ ഉള്ളൂ അവർക്ക്. ഈ ജീവൻ തന്നത് ആരാ? ആ ജീവൻ തന്നവൻ തന്നെയാണ് നമ്മുടെ ജീവൻ തിരിച്ചെടുക്കുന്നതെന്നും അവൻ്റെ കയ്യിൽ ഒരു കണക്ക് പുസ്തകം ഉണ്ടാവുമെന്നും ഇത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ദൈവമില്ലാത്തവർ. ഈ വ്യക്തിയാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ആള് മരിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് രാത്രി സമയം പുലർച്ചെ 4 സമയത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇന്ന ആള് വന്നിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ആള് ട്രീറ്റ്മെൻറ്റിലാണ്, വലിയ രോഗമായിട്ട്, ക്യാൻസറായിട്ട്. അങ്ങനെയാണ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മരണറിയിപ്പ് വരുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ കൃത്യം 4 മണിക്ക്. ഇതിനൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാത്തിനും നിഷേധിക്കുക എന്നുള്ള കൂട്ടത്തിൽ ഒന്നും സത്യമല്ല എന്ന് പറഞ്ഞു നടക്കാനേ മാത്രമേ ഉള്ളൂ. സത്യത്തെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. കാരണം സത്യം നമ്മളെ എപ്പോഴും
നിത്യജീവനിലേക്കാണ് നയിക്കുക. നിത്യജീവനിലേക്കാണ് നയിക്കേണ്ടത് ഏത് സത്യവും. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം ഇത്രയേ ഉള്ളൂ. മരണശേഷം ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. അവിടെ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ പാപങ്ങളും എണ്ണി 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 ദൈവം ആഗ്രഹിക്കുന്ന പരിഹാരം നമ്മൾ കൊടുത്തു വീട്ടണം. അത് പല ശുദ്ധീകരാത്മാക്കളെ കൂടി എനിക്ക് കാണപ്പെട്ടിട്ടുണ്ട്. പല പല കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവം ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണപ്പെട്ട ശുദ്ധീകരാത്മാവ്. ഓർക്കണം, അപ്പോൾ ആ വ്യക്തി മരിച്ചതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടില്ല. ആൾ ഹോസ്പിറ്റലിലാണ്. ഈ സത്യത്തെയൊക്കെ നിഷേധിക്കാനായിട്ട് പറ്റില്ലല്ലോ. കൃത്യമായിട്ടും എൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ഇത് നോട്ട് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. ഞാനിങ്ങനെ പലതും പറയുമ്പോൾ അവർ ഇതെൻ്റെ തലയ്ക്ക് സുഖമില്ലേ, ഇവിടെ എന്തൊക്കെയാണ് കാണണേന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിലൂടെ അവരെ ദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കളെ കാണുന്നത്, പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു ബലമുണ്ട്. ഞാൻ മാത്രമല്ല, കുറേ ആളുകൾ ശുദ്ധീകരാത്മാക്കളെ കാണുന്നുണ്ട്. ഈവൻ ഈ വിശ്വാസത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിലല്ലാത്തവർ പോലും കാണുന്നു എന്നുള്ളത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഭാരം കുറച്ച് കുറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു കുട്ടി, ഒരു സാധാരണ പ്രാർത്ഥനയ്ക്കുള്ളൊരു കുട്ടിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലത്തെ പറഞ്ഞത് പലരും എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആളുകളെ ചോദിക്കണുള്ളൂ ശുദ്ധീകരണ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ. കാരണം ചില ആളുകളുണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ പറയും, കർത്താവ് യേശുവാണ് ഏകരക്ഷൻ, യേശുവാണ് ഏകരക്ഷകൻ, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ ഇടയിൽ ആരുമില്ല മധ്യസ്ഥത. ഇതെന്ന് അവർ പറയുന്ന ഡയലോഗ്. അത് അവർ തന്നെ പറയുന്നു, നമ്മളതന്നെ പറയണേ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ആകെ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശു എന്ന മധ്യസ്ഥൻ. നമ്മൾ പറയുന്നത് യേശുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ചെറിയ മധ്യസ്ഥന്മാരെ കുറിച്ചാണ്. പരിശുദ്ധാമ്മി, ഔസേപ്പിതാവും വിശുദ്ധരൊക്കെ അങ്ങനെയാണ്. യേശുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥരാണ് അവരൊക്കെ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലൊരു മധ്യസ്ഥനുള്ളൂ, യേശു എന്ന ദൈവം. അപ്പൊ യേശുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥരാണ് ഈ പരിശുദ്ധ അമ്മ. അതിനെക്കുറിച്ചൊക്കെ പറയും കുറേ പേര്. ചിലർ എന്നോട് ചോദിക്കും, ചേച്ചി എന്ത് സുവിശേഷ പ്രഘോഷണം നടത്താത്തതെന്ന്, സുവിശേഷങ്ങൾ വ്യാഖ്യാനിക്കാത്ത. ഞാൻ എൻ്റെ പൊന്നെ, സുവിശേഷങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അറിവ് എനിക്കില്ല. കാരണം ഈ സുവിശേഷം എന്ന് പറയുന്നത് ഈശോയുടെ ലവ് ലെറ്ററാണ്. മനുഷ്യൻ നന്നാവാൻ വേണ്ടി ഈ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു വഴിത്തിരിവാണ്, ലവ് ലെറ്ററാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾക്ക് ഈ ഓരോ സെൻറ്റൻസിനും പല അർത്ഥങ്ങളുണ്ട്. അതൊന്നും ഞാൻ വ്യാഖ്യാനിക്കാൻ ആളല്ല. അതിനേക്കാളൊക്കെ എനിക്ക് നല്ലത് എനിക്ക് സത്യമായിട്ട് പറയാവുന്ന ഞാൻ കണ്ട കാര്യങ്ങളാണ്. സുവിശേഷത്തിനെ കുറിച്ച് തൊട്ട് കളിക്കണമെങ്കിലേ അത്രമാത്രം അറിവുണ്ടാവണം. അതിലത്തെ ഓരോ വാക്കുകൾക്കും ഭയങ്കര അർത്ഥമുണ്ട്. അത് പിന്നെ ആദ്യത്തേതിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. ഒരു വചനം പറയുമ്പോൾ ബൈബിളിലെ ഓരോ വചനങ്ങളും ബൈബിളിലെ ശരിയായിട്ടുള്ള വചനം നമുക്കറിയില്ല. കാരണം അന്നത്തെ കാലത്ത് എഴുതിയത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ളവർ പറയട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് വിഷമമില്ല. ഇത് ഞാൻ കാണുന്ന കാര്യങ്ങളും സാധാരണ അൽമാരിൽ കാണുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഈ ദർശനങ്ങളൊക്കെ വഴി ചൂണ്ടുന്നത് സുവിശേഷം പറഞ്ഞതുപോലെ ജീവിച്ചോളോ എന്നാണ്. ഈ ശുദ്ധീകരാത്മാക്കളുടെ ദർശനമൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് 10 കൽപ്പനകൾ പാലിച്ചോളോ. ഇല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലമുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് പറയാം. കാരണം അത് വ്യാഖ്യാനങ്ങളൊന്നും നോക്കണ്ട, ഞാൻ കണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഓരോരുത്തർക്ക് സംശയം, ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ അവിടെ പറ്റുന്നുണ്ടോ, ആൾക്ക് അത് ഉപയോഗമാവുന്നുണ്ടോ എന്നതൊക്കെ മനുഷ്യരുടെ ഒരു സിമ്പിളായിട്ടുള്ള ജിജ്ഞാസയാണ്. അത് ഈശോ കാണുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്, കർത്താവ് ഇത് അവർക്കൊക്കെ ഉപയോഗപ്രദമാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന ദർശനങ്ങൾ അത് അവരുടെ സന്തോഷത്തിന് ഈശോ കൊടുക്കുന്നതാ. അതിന് നമ്മൾ അങ്ങനത്തെ ദർശനമൊന്നുമില്ല, അതൊക്കെ വെറുതെ കണ്ടതാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾക്കൊരു രോഗം ഉണ്ടെന്നേക്ക് ആൾക്കാർ വന്നിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല, അത് അങ്ങനെയൊന്നും ഇല്ല, ചേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയണത്? എനിക്ക് രോഗമുണ്ട്, അത് സത്യമല്ലേ?
നമ്മളിങ്ങനെ അതിനെ അതിജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണു. ഈ രോഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞോട് കൂടി രോഗം ഇല്ലാണ്ടാവില്ല. രോഗമുണ്ട്. ആ രോഗത്തിന് നമ്മൾ ചികിത്സിക്കണം. അത് നമ്മൾ അതിനെ ജയിക്കണം, ഫൈറ്റ് ചെയ്ത് ജയിക്കണം, ഹാപ്പി ആയിരിക്കണം. അപ്പം നമ്മൾ ചിന്തിക്കണം, മരണം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഒരു നല്ല വഴികളാണ്. ആ വഴികൾ നമ്മൾ നിഷേധിക്കരുത്. അല്ലാതെ സത്യത്തിന് ഇല്ല എന്ന് പറഞ്ഞ കാര്യമില്ല. രോഗമില്ല, രോഗമുണ്ട്. ചേച്ചിക്ക് നല്ല കണക്കായിട്ടുള്ള രോഗമുണ്ട്. ആ രോഗത്തിനെ നമ്മളെ എങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അപ്പം നമ്മൾ കുറേ ചിന്തകളുണ്ട്, നമുക്ക് ആ ചിന്തകളിൽ കൂടെ പോകും. അതുപോലെയാണ് ഇവര്. ഒന്നുമില്ല, ഇവിടെ നിന്ന് ജീവിച്ചാൽ മതി, ഇവിടെ നിന്ന് ജീവിക്കുക. ഒരു ബലി അർപ്പിച്ചിട്ടുണ്ട് ഈശോ. അപ്പം നീ ഇനി എന്ത് തോന്നിയാസം ചെയ്തോ? ഈശോ ഒരു ബലി അർപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് പറച്ചിലുകൾ പോണത്. അതുപോലെ ബൈബിളിൽ ഓരോ വചനങ്ങൾ എടുത്തിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മാതാവിൻ്റെ മേത്തേക്കാണ് പ്രശ്നം മുഴുവൻ. മാതാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞതാണ് ദൈവകൃപ നിറഞ്ഞിട്ടുള്ളവള്. ദൈവകൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ കൃപയും അവളിൽ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ ആ കൃപ അവിടെ നിറഞ്ഞിരിക്കുകയല്ലേ. അതൊന്നും അംഗീകരിക്കാൻ പറ്റണില്ല. ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മതി, അവസാനത്തെ കാലമായി ശത്രുവിന് ഏറ്റവും അധികം വെറുപ്പ് കന്യകാമറിയത്തിനെയാണ്. കാരണം കന്യകാമറിയാണ് അവൻ്റെ ശത്രു. ഈശോ പോലും അല്ല അവൻ്റെ ശത്രു. ഈശോനെ വിട്ടത് സാത്താനെ ബന്ധിക്കാനല്ലല്ലോ, ഈശോ പാപപരിഹാരം ചെയ്യാനല്ലേ വന്നത്. അത് ചെയ്ത് ഈശോ പോയി. എന്നിട്ട് കുരിശുചൂട്ടിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ യോഹന്നാനെ, ഇതേ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചെടുത്ത പരെല്ലാം കഴിഞ്ഞു. അമ്മ പറയുന്നത് കേട്ടോ, അമ്മേനെ കൊണ്ട് നടന്നോ? യോഹന്നാനോട് പറഞ്ഞത് നീ അമ്മേനെ കൊണ്ട് നടന്നോ? അപ്പോൾ യോഹന്നാൻ ആ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ അമ്മയെ പരിശുദ്ധ കന്യകാമറിയത്തിനെ സ്വന്തം അമ്മയായി ഭവനത്തിൽ സ്വീകരിച്ചു. ഇത് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതാണ് ഈശോ ഏൽപ്പിച്ചത്. ഇത് തന്നെ അമ്മ, ഞാൻ പോണ്, ഈ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യും. അമ്മയ്ക്ക് പിതാവായ ദൈവം എല്ലാ കൃപകളും കൊടുത്തിട്ടുണ്ട്. ഗബ്രിയേൽ പറഞ്ഞ വാക്കാ, മനുഷ്യർ പറഞ്ഞ വാക്കൊന്നല്ലത്. ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സുസ്തി. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല മനുഷ്യർക്ക്, ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നിട്ട് യേശുവിനെ പിടിച്ചു നിൽക്കും. യേശുവിനെ പറയുകയും ചെയ്യും. തൊട്ട അയൽവാസികളെ സ്നേഹിക്കാനായിട്ട് പറ്റൂല. വചനത്തിൽ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ വിഷമത്തിൽ ഒരു ചെറുവരിൽ പോലെ അനക്കില്ല. പക്ഷെ അവർ പറയും യേശുവാണ് ഏകരക്ഷകൻ. കന്യകാമറിയം പാടില്ല. കന്യകാമറിയം എന്ത് ചെയ്യും? വിശ്വസിക്കുന്നവരെ കരുണ കാണിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും നന്മയിൽ ജീവിക്കാനും ഒക്കെ പ്രേരിപ്പിക്കും. അത് വിചാരിച്ച് കന്യകാമറിയത്തിനെ പറയുന്നവരും പ്രഘോഷിക്കുന്നവരും ഒക്കെ എല്ലാം നന്മയാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കന്യകാമറിയെ നമ്മൾ കൊണ്ടുപോകുന്നത് 10 കൽപ്പനകൾ പാലിക്കാനാണ്. കാരണം എന്താ? അവിടെ ദൈവകൃപ നിറഞ്ഞവളായതുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പലർക്കും ഇന്ന് ദർശനങ്ങൾ കാണുന്നുണ്ട്. അതിനൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല, അത് സത്യമാണ്. കാരണം അത് അച്ചിട്ട പോലെ സംഭവങ്ങൾ നടക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? നടക്കുന്ന കാര്യമില്ല എന്ന് പറയാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കെതിരെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചേച്ചി എന്ത് ചെയ്യും സുവിശേഷം പ്രഘോഷിക്കാത്ത? അതിൻ്റെ കാരണം ഞാൻ വേറൊരിക്കൽ പറയാമെന്നാണ് പറഞ്ഞത്. സുവിശേഷം പ്രഘോഷിക്കാത്തതിൻ്റെ കാരണം അത്രമാത്രം വ്യാഖ്യാനം വരെ എനിക്ക് ഇല്ല. ഞാൻ അത്രയും അങ്ങോട്ട് സുവിശേഷത്തിന് വ്യാഖ്യാനിക്കാൻ മാത്രം പഠിച്ചിട്ടില്ല. ഞാൻ തിയോളജി കഴിഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠനം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ സാധാരണഗതിയുടെ കുറേ പഠനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് ഈശോയുടെ ലെറ്ററാണ്. അത് എങ്ങനെ പരിഭാഷപ്പെട്ടു വന്നു, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്താ? അതിന് നല്ല പഠനമുള്ള അച്ഛന്മാരെ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ വളരെ രസകരമായിട്ട്. അതുകൊണ്ട് ഈ പാപിയായ ഞാൻ എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം. സത്യമാണെന്ന് എനിക്കറിയാം, അത് സത്യമാണെന്ന്. എനിക്ക് മാത്രമല്ല, എന്നോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കും അറിയാം സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് എൻ്റെ രക്ഷ. കാരണം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുക, ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കറിയാം അത് സത്യമാണെന്ന്. അത്ര മതി. ലോകത്തെ മുഴുവൻ ഇതൊക്കെ വിശ്വസിപ്പിക്കണമെന്ന് ചേച്ചിക്ക് ഒരു നിർബന്ധമില്ല. ഞാനിത് പറഞ്ഞു വന്നത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. അന്ത്യകാലമാണ്. അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വിശ്വസിച്ചാലും നന്മ ചെയ്യണം, സ്നേഹത്തിൽ നിലനിൽക്കണം, വഞ്ചന, ചതി, വെറുപ്പ്, വൈരാഗ്യമൊന്നും പാടില്ല. നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കണം. പരിശുദ്ധ കുർബാനയാണ് നിത്യജീവനിലേക്കുള്ള വഴി. അതാണ് ഈശോയുടെ ബലി. പരിശുദ്ധ ജപമാല, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന് നമ്മെ സഹായിക്കുന്ന ഓരോ ഘടകങ്ങളാണത്. ഇത്രയേ ഉള്ളൂ ഈ പ്രഘോഷണത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത്രയേ ഉള്ളൂ. നന്മ ചെയ്ത്
അവസാനം ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഇനിയിപ്പോൾ ഈശോ രണ്ടാമതും വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അവരോട് നമ്മൾ എന്ത് പറയാനാണ്? നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഞാൻ ഇന്ന് പറയാൻ വന്നത് ഒരു സഹോദരിക്കുണ്ടായ അനുഭവമാണ്. ഈ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. സഹനങ്ങളൊക്കെ വരുമ്പോൾ ചിന്തകളൊക്കെ മാറിയിട്ടുണ്ട് മനുഷ്യരുടെ. ചിലരൊക്കെ പറയും ഞങ്ങൾക്ക് വേദന വരുമ്പോൾ ഈ തണ്ടൽ വേദന, കാല് വേദന പ്രാർത്ഥിക്കുമോ എന്ന് പറയുന്നവർ ഇത്തിരി ചുരുക്കുക. എൻ്റെ അടുത്തേക്ക് ഇപ്പം ആരങ്ങനെ പറയില്ല. കാരണം നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയിലല്ലേ വേദനയുടെ ഇരിക്കുന്നത്. അവർ തന്നെ പറയും ചേച്ചിയോട് എന്നിട്ട് ഞങ്ങൾ ഈ കൈവേദന പറയണല്ലേ. അപ്പം ഞാൻ മനസ്സിലാക്കി, അങ്ങനെയായിട്ടുണ്ട്. എൻ്റെ സഹനം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. കൊച്ചു കൊച്ചു സഹനങ്ങൾ കിട്ടുമ്പോൾ ഈ കയ്യമ്മ വേദന എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കൈ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കൈയില്ലാത്തവരോ നോർത്താൽ മതി എന്ന് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ വെറുതെ തമാശയ്ക്ക് തർക്കുത്തരം പറയും. അപ്പോൾ പിന്നെ അവർക്കൊരു വിശ്വാസത്തിൽ ഉറപ്പാവുമല്ലോ എന്ന്. അതുപോലെ ഞാൻ ഈ കാണുന്ന കാര്യങ്ങൾ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ജനങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം അവരോട് കരുണ കാണിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ദർശനത്തെ കാണിച്ചു കൊടുക്കാനും തുടങ്ങി. അത് ദൈവമാണ് അവർക്ക് ആ കൃപ കൊടുക്കുന്നത്. അങ്ങനെ അവർ കാണാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥന ഇരട്ടിച്ചു. പ്രാർത്ഥന ഇങ്ങനെ ശുദ്ധീകരണത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സാത്താൻ എൻ്റെ പിന്നാലെ ശക്തമായി വന്നു തുടങ്ങി. പക്ഷേ എത്ര വന്നാലും യാതൊരു കാര്യമില്ല, ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന് ഇനിയിപ്പോൾ എനിക്ക് ഒന്നും ഇവിടെ നിലനിൽക്കും എന്നുള്ള ബോധ്യമില്ല, എല്ലാം എടുത്തു പോവും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ ഈ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് കേട്ടത് കൊണ്ട് ജനങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർക്കും ദർശനങ്ങൾ കിട്ടാൻ തുടങ്ങി. അവർക്ക് അടയാളം കിട്ടിയപ്പോൾ അവർക്കിത് സത്യമാണെന്ന് ബോധ്യമായി. അവർ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതാണ് ഇതിലുണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാണ് ഞാൻ പറയുക. കുർബാനയെ കഴിഞ്ഞുള്ളൂ എല്ലാം. കാരണം കുർബാനയാണ് പാപപരിഹാര ബലിയായിട്ട് ഈശോ അർപ്പിച്ചത്. ആ ബലി മാത്രമേ പിതാവിന് ഇഷ്ടമുള്ളൂ. കാരണം പാപമില്ലാത്ത ബലിയാണത് ഈശോയുടെ. അങ്ങനെ ഈ ഒരു പങ്കുവയ്ക്കൽ വഴി നമുക്ക് കുർബാനയിലേക്കും പ്രാർത്ഥനയിലേക്കും മനുഷ്യ മക്കളെ കൊണ്ടുവരാൻ പറ്റണം. അതിനൊക്കെയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഈ ജീവിതം എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു തിരി കെടുന്നത് വരെ ഞാനിങ്ങനെ ഈ ഒരു ആരോഗ്യം ഉള്ളിടത്തോളം ഞാനതൊക്കെ ഇങ്ങനെ പറയും. അത് കഴിയുമ്പോൾ ദൈവം അത് ഏറ്റെടുക്കും. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഈ സഹോദരി വളരെ സന്തോഷം കൂടി. അതൊരു വലിയ സംഭവമാണ് കേട്ടോ, ഒരു വലിയ അനുഭവം. എനിക്ക് ഭയങ്കര അതിശയായിപ്പോയി ഇത് കണ്ടപ്പോൾ. ഇവർ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ടോക്കുകളൊക്കെ കേട്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇത്രയും. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവർക്കൊരു അനുഭവം ഉണ്ടാകുന്നില്ല. അവർ വിചാരിക്കും ഈ ആരശേഷിക്ക് മാത്രമുള്ള അനുഭവം, ഞങ്ങൾ എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തേക്ക് ആത്മാക്കളൊന്നും വരുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഇവർ പ്രാർത്ഥിച്ചു, ഏതെങ്കിലും ആത്മാക്കൾക്ക് ഞങ്ങൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങൾക്ക് അവരൊന്ന് കാണിച്ചു തരും. അതല്ലെങ്കിൽ ഏതെങ്കിലും ആത്മാക്കൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ദൈവമേ എന്നെ ഒന്ന് അറിയിക്കുമോ എന്നിവർ ചോദിച്ചു. അങ്ങനെ ഇവർക്ക് പ്രത്യേക വരങ്ങളൊന്നുമില്ല, സാധാരണ ഒരു വ്യക്തി, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി. അപ്പോൾ ഇവർ ഈ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനായിട്ട് ഇവരെല്ലാവരും ഇരിക്കുകയാണ്. ഊണുമുറിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പിയൂൺ വന്നിട്ട് പറഞ്ഞു, ആരോ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ല, മൊത്തം ആളുകൾക്ക് ഉണ്ടായ അനുഭവമാണ്. ആരോ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവർ ജനലെ കൂടെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോണിൽ നോക്കണ പോലെ കുമ്പിട്ട് ഇങ്ങനെ തല കുമ്പിട്ടിട്ടാണ് ഇരിക്കുന്നത് ഒരാൾ. അപ്പോൾ അവരെന്ത് ചെയ്തു, വേഗം എന്തിനാണാവോ വന്നത് എന്ന് വിചാരിച്ച് ഇവർ വേഗം ഈ വാതിൽ തുറന്ന് അവർ ഇയാളെ കാണാനായിട്ട് അവസാനത്തെ വാതിലേക്ക് പോകണല്ലോ. വാതിൽ തുറന്ന വശം കാണാം, അവിടെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർ ജനലെ കൂടിയാണ് ആദ്യം നോക്കിയത്. യൂണുമുറി കഴിഞ്ഞാൽ തന്നെ ഇയാളെ കാണാം. അപ്പോൾ ഇവർ വാതിൽ തുറന്ന് നോക്കി. വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ ആളെ കാണാനില്ല, ഈ തല കുമ്പിട്ടിരുന്ന ആളെ കാണാനില്ല. അപ്പോൾ അവരെല്ലാവരും ഇയാളെവിടെ പോയി, ഇപ്പം തന്നെ വന്ന ആള്. അപ്പം എല്ലാവരും കൂടിയിട്ട് നോക്കിയത് ജനലേക്കൂടെ, ആരാ വന്നേക്കണേ. കാരണം അവർ യൂണ് സമയത്ത് ആരാ വന്നേക്കണേ, ഒരു പക്ഷേ
ബാങ്കിന് ഓഫീസിലത്തെ ആവശ്യത്തിനാണെങ്കിൽ ഇപ്പോൾ ഊണ് സമയമാണെന്ന് പറയാനാവാം, അപ്പം പറഞ്ഞു വിടാം എന്ന് വിചാരിച്ചിട്ടാണ് പിയൂൺ കറക്റ്റായിട്ട് കണ്ടതാണ്. പിയൂൺ എപ്പോഴും കാണുമല്ലോ. അപ്പം അതുകൊണ്ട് ഇയാളെന്നെ വന്ന് വിളിച്ചേ ഈ സഹോദരീനെ. കാരണം ഇയാളാണല്ലോ ഈശോയോട് പറഞ്ഞേക്കണം, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് തരുമോ എന്ന്. അങ്ങനെ ഇവരെല്ലാവരും നോക്കി ആളെ കണ്ടില്ല. ഇവർക്ക് ഭയങ്കര അതിശയായി. ഈ ആളെ കാണുന്നത് ഇപ്പം തന്നെ ഇവിടെ ഇരുന്ന ആളാണല്ലോ, ഇയാൾ എങ്ങോട്ട് പോയി? വാതിൽ തുറന്ന് വരുമ്പോൾ ഇയാളെ കാണാനില്ല. അങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലമല്ല അത്, പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഈ ഓഫീസ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര അതിശയായി. അപ്പോൾ ഇവർ ഉടനടി പറഞ്ഞു നമുക്ക് CCTV എടുത്ത് നോക്കാം എന്ന്. അങ്ങനെ അവർ ആ ടി വി എടുത്ത് നോക്കി, ക്യാമറ എടുത്ത് നോക്കി. പക്ഷേ അതിലാരും വന്നിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തി അവിടെ വന്നിരിക്കുന്നില്ല, ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈശോ ഈ സഹോദരിയെ ഓർമ്മപ്പെടുത്തുന്നത്, നീ പറഞ്ഞില്ലേ നിന്റെ പ്രാർത്ഥന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇതിനെയൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരാളല്ല അത് കണ്ടത്, കറക്റ്റ് ജനലേക്കൂടെ നോക്കിയപ്പോൾ അയാൾ ഇരിക്കുന്നത് കണ്ടതാ. അങ്ങനെ സത്യമാണെന്ന് വിശ്വസിക്കാവുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ലോകത്ത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ലോകം നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെയല്ല. ഇതിൻ്റെ ഉള്ളിൽ ആത്മീയമായ കുറേ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തത് നടക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിശുദ്ധരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ പിശാചിൻ്റെ സാന്നിധ്യം ഇവിടെ നടക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ചിലരൊക്കെ ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ പിശാചിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആർക്ക് തോന്നുന്നു അത്ര പെട്ടെന്ന് പേടിച്ചു പോകും. അവർ എന്തിനു പേടിക്കണേ? പിശാച് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് സാന്നിധ്യം തന്നു വരിക? നമ്മുടെ വീട്ടിൽ അവനിരിക്കാൻ പറ്റാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു യുദ്ധം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളോ. ആ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ പറഞ്ഞത്. അത് മാത്രമല്ല, പരിശുദ്ധ അമ്മ ഇപ്പം പറയുന്നത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത്, ഈ ദർശനം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് ഉപയോഗപ്രദമാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമുണ്ട്. മറ്റുള്ള വിശ്വാസമുള്ളവർ പറയുന്നതൊന്നും കേട്ട് നിങ്ങൾ മനസ്സിടിവ് വരണ്ട. അതായത് ശുദ്ധീകരണം മരിച്ചാൽ മരിച്ചു പോയി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ ദാനധർമ്മം ചെയ്തുകൊണ്ട് അവർക്ക് എന്താ ഗുണമെന്ന്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാസറിൻ്റെയും ഉപമയിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി. നിങ്ങൾക്ക് അതിൻ്റെ അടയാളം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ പ്രാർത്ഥനകൾ ഉപകരിക്കുന്നുണ്ട്. അതെന്തുമാത്രം ഉപകരിക്കുക എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വിശുദ്ധിയിലല്ലാതെ, നമ്മൾ കുർബാനയല്ല എന്തർപ്പിച്ചാലും കാര്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു പങ്കുവയ്ക്കലിൽ പറയാൻ കേട്ടോ. നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്കൊരു ആശ്വാസം കിട്ടും, അവരുടെ നീതിക്കനുസരിച്ച്, നമ്മുടെ വിശുദ്ധി അനുസരിച്ച്. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.